കാര്യത്തിൽ അന്ന് നമ്മളെ അലിമീങ്ങളെങ്ങാനും അത് പറഞ്ഞില്ലെങ്കിൽ നാണിച്ച് തലതാഴ്ത്തുകയില്ലായിരുന്നോ യുക്തിവാദികളെ മുന്നിൽ? ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഒരു കത്തുണ്ട്, കത്തിന്റെ കഥ കേൾക്കണം നിങ്ങൾക്ക്. കത്ത് കൊണ്ട് ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെയാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. ഞാൻ മാധ്യമത്തിന് നന്ദി പറയാൻ, കാരണം ആ കത്ത് പ്രസിദ്ധീകരിച്ചത്. ഇല്ലെങ്കിൽ അത് വ്യാജാന്ന് തെളിയിക്കാൻ ഒരുപാട് പണിയെടുക്കേണ്ടിയിരുന്നു. നിയ്യത്തനുസരിച്ച കൂലിയിട്ട് എഴുതിയാൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്ത വകയില്ല. സമ്മേളനത്തിൽ കൊടുത്ത അതേ കത്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്നും പറഞ്ഞിട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കൊണ്ട് ഞാൻ അറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് പോകുന്നുണ്ടായാലും നിങ്ങളൊന്ന് കാണുക, ആ നാടകം ഒന്ന് കാണുക. ഈ കത്ത് ആദ്യമായി മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കൊണ്ടും സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ കൊണ്ടും അറ്റസ്റ്റ് ചെയ്യിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിന്റെ അവസാനം ഒപ്പിട്ടിരിക്കുന്നത് നീലമഷിയിലാണ്. ഇതവരെ കാണിച്ചു കൊടുക്കണം. നീലമഷി കൊണ്ടിട്ട ഒപ്പാണ്. നീലമഷിയിലാണോ ഒപ്പ് നോക്കിയിട്ടൊരു അറ്റസ്റ്റ് ഉണ്ടോ? മഷി നീലമഷിയാണോ ഒരു അറ്റസ്റ്റാ? അങ്ങനെ എനിക്ക് ചോദിക്കട്ടെ, ഫോട്ടോ കോപ്പി തന്നെ നീലമഷിയിലുള്ള ഫോട്ടോ കോപ്പി കിട്ടൂല ഇപ്പൊ? അപ്പൊ നീലമഷിയിലാന്ന് തന്നെ അറ്റസ്റ്റ് ആവോ? ഒന്ന്. ഇനി വേറൊന്ന്, ഇയാൾ ഒറ്റൊരു കത്തല്ലേ കാണിച്ചു പിന്നെ എന്റെ അറ്റസ്റ്റാ? അതിന്റെ പേര് മൊയിലിയാരെ കത്ത് കാണിക്കാന്ന, അറ്റസ്റ്റ് എന്നല്ല. അപ്പൊ ഹൈദരലി ആളുകൾ അറ്റസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഒരു മാർക്കറ്റ് കിട്ടൂല ഇതിന്. കാരണം ഹൈദരലി ആവുകൾ ഇവരെ പോലെ അല്ലല്ലോ, കുറച്ച് ഒരുപാട് അനുയായികളുള്ള ഒരു നേതാവല്ലേ. അതിന് മൂപ്പരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത കത്താന്ന് വരുത്തി തീർക്കണം. അതിനൊരു നാടക അറ്റസ്റ്റ് ചെയ്യിക്കാന്ന് പറഞ്ഞ് നീലമഷിയാണ്. ഇതായിപ്പോ എന്റെ ബഹുമാനം, നീലമഷിയാണ്. നീലമഷിയാൽ അറ്റസ്റ്റ് ആവുമോ മഷിയാരെ? ഒന്ന്. ഇയാള് പറയുന്നത് ഇന്നലെ ഇത് സംബന്ധമായി കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട്ട് പ്രസ് ക്ലബിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ആ പത്രസമ്മേളനം നടന്നതോടുകൂടി ചില കേന്ദ്രങ്ങളിലൊക്കെ വലിയ പരിഭ്രാന്തിയും വേവലാതിയും തൽക്ഷണം പടർന്നു പിടിച്ചതായി അറിഞ്ഞു. ഏറ്റവും ആദ്യത്തെ ഒരു ഡോസ് എന്ന നിലയ്ക്ക് അവിടെ ഒരു കത്ത് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കത്ത് വ്യാജമാണ് എന്ന പ്രസ്താവന വരികയുണ്ടായി. ഇതാണ് കത്ത്. ഇതാണ് കത്ത് എന്നയാൾ പറഞ്ഞല്ലോ. ഇതാണ് കത്ത് എന്നയാൾ പറഞ്ഞു. ഇനി അതാണോ ഇയാൾ വായിക്കുന്ന കത്ത്? നമ്മൾ ഇനി പരിശോധിക്കണം. നമ്മൾ HSC നടത്താൻ പോവാണ്. അയാൾ വായിക്കുന്ന കത്താണോ പത്രസമ്മേളനത്തിൽ കൊടുത്ത കത്ത്? ഞാൻ പറയട്ടെ, ഈ കത്ത് വിവാദം ഈ ഒറ്റ പ്രസംഗത്തോടെ നിർത്തുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വായിച്ച കത്തല്ല പത്രത്തിൽ കൊടുത്തത്, പത്രത്തിൽ കൊടുത്തതല്ല വായിച്ചത്. ഇനി നോക്കാം. ഇതാ പത്ര, തങ്ങളെ ഞാൻ അറ്റസിക്കാം. ഇനി അയാൾ വായിച്ച കത്ത് ഇതാ അറ്റസ്റ്റ്. ഞാൻ അങ്ങനത്തെ രണ്ടും കൊടുത്തിട്ട് അറ്റസ്റ്റ്, രണ്ടും തുല്യാണെന്ന് നോക്കി. അറ്റസ്റ്റ്. ഇനി അങ്ങനെ അറ്റസ്റ്റ് ഒന്ന് മുത്തലി സാർ കൊണ്ട് ഒരു മൊയിലാറും വേണം. സുഹൃത്തുക്കളെ, ഇതാ അങ്ങക്കും തരാം അറ്റസ്റ്റ്. അത് തന്നെയാണോ വായിക്കുന്നത്? നമ്മളൊന്ന് നോക്കുക. അയാളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു തരാം. സുഹൃത്തുക്കളെ കേട്ടോളി. ഇയാൾ പറയുന്നത്, ഞാൻ 2 ആഴ്ച മുമ്പ് പോയിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്. രക്ഷപ്പെടാൻ ഇനി മാർഗമില്ല. ഇല്ല, പെട്ടെന്ന് എന്തെങ്കിലും പറയാനുള്ളത്. അതുകൊണ്ട് കത്ത് ശരിയല്ല, നുണയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഇപ്പൊ ഞാൻ 2 മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെയും സൈനുൽ ഉലമ അവരുടെയും സാക്ഷി നിർത്തി അറ്റസ്റ്റ് ചെയ്യിച്ചത്. കറുത്ത മഷി ഫോട്ടോ കോപ്പി അല്ല നടത്തും. ഫോട്ടോ കോപ്പിയിൽ ഒപ്പ് മാത്രം, നീലമഷി കിട്ടൂല. അങ്ങനെ ഞാൻ 2-3 ആഴ്ച മുമ്പ് അബുദാബി പോയതിന് കുറച്ച് അധ്വാനമൊക്കെ ചെയ്തു. അവസാനം കത്ത് കിട്ടി. ആ കത്താണത്. അപ്പോ അദ്ദേഹത്തിന് അബുദാബിയിൽ നിന്ന് കിട്ടിയ കത്താന്ന് ഇപ്പൊ പറഞ്ഞല്ലേ. അബുദാബിന്ന് അധ്വാനിച്ച് കിട്ടിയില്ലായിരുന്നു. ഇയാൾ അബുദാബിന്ന് വന്നേപ്പാ ഡേറ്റ് പറയണം. അബുദാബിന്ന് വന്നേപ്പാന്ന് ഡേറ്റ് പറയണോ? ഈ കത്ത് നോക്കേ, തെറ്റിപ്പോണ്ട. 28/4/2011 ഈ കത്ത് ഇദ്ദേഹത്തിന് അയച്ചത്. ഇതിൽ പറയുന്നുണ്ട്, അയാൾ അബുദാബിന്ന് വന്നേപ്പാ ഡേറ്റ് പറ. 2 ആഴ്ച മുമ്പ്, 2 ആഴ്ച 2-3 ആഴ്ച മുമ്പ് എന്ന് പറഞ്ഞു. 2-3 ആഴ്ച മുമ്പായിനോ ഈ കത്ത് കൊടുക്കുമ്പോ ഡേറ്റ് റെഡിയല്ല. ഒന്ന്. ഇയാൾ എന്തിനാ ഈ അറ്റസ്റ്റിച്ചെന്നറിയോ? അപ്പൊ കുമ്പളം കട്ടവനാന്ന് ആർക്കും പറയുന്നുണ്ടോ? അപ്പൊ 28/4/2011 ഇയാൾക്ക് കത്ത് കിട്ടിയത്. AP ഉസ്താദ് ചോദിച്ച് കത്തിന്റെ